അപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് പോവുക. ബേബർജ നിർത്തിയൊക്കെയായിരുന്നു. അപ്പോൾ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താനാണ് പറഞ്ഞത്. ഇപ്പോഴാണ് വിളിച്ചത്. 9 മണിയാറായി. നമ്മൾ വന്നപ്പോഴേ നേരെ ഒന്നും വെളുത്തിട്ടില്ലായിരുന്നു, വെട്ടം പോലും വേണ്ടില്ലായിരുന്നു. കണ്ടോ 9 മണിയായി. അതെ, ഈ മാർക്കറ്റ് ഇട കുറവാന്ന് തോന്നുന്നു. അപ്പം അവർ വിളിച്ചിട്ട് ചെന്നാൽ മതി എന്നാണ് ഇപ്പോഴാണ് അവർ വിളിച്ചത്. ഇവിടുന്ന് റൈറ്റിലേക്ക് കോട്ടെ ഇതിലേ കയറി ചെല്ലാന്നാണ് അവർ പറയുന്നത്. അതൊരു കോട്ടെ ആ സൈഡിലോട്ട് അങ്ങോട്ട് കയറിക്കോ. നല്ല തിരക്കല്ലേ? തിരക്കാ. ചെറിയ മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ അകത്തോട്ട് കയറട്ടെ. അവിടെ ആളുണ്ട്. അത് അവിടെ ചോദിച്ചാൽ മതി. ഷോപ്പ് നമ്പർ 34 എങ്ങണ്ട. ഈ സൈഡ് ലെഫ്റ്റ് ചേർന്ന് പറഞ്ഞു. അതെ, ഭയങ്കര തിരക്കാ. മാർക്കറ്റിലോട്ട് കയറി ചെല്ലത്തില്ല. എല്ലാം ചെറുവണ്ടികളാണ്, വലിയ വണ്ടി ഇല്ല. കാര്യം നമുക്ക് കുറച്ച് ഇറക്കിയാൽ മതി ഇവിടെ. പക്ഷെ എങ്ങനെ ഇറക്കിയിട്ട് പോകും ഇവിടുന്ന്? അതെ അതെ അതെ, എന്നാ ബ്ലോക്കാന്ന് നോക്കിയല്ലേ. ഇനിയിപ്പോൾ ഒരു സമയമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലത്തെ തിരക്കായി. വണ്ടിയെല്ലാം രാവിലെ പോയി കഴിഞ്ഞിട്ടേ നമ്മളെ വണ്ടി കയറ്റി ഇറക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറ്റിയാൽ മതി എന്ന് പറയണ്ടേ അല്ലേ? അതാ നമ്മൾ 6 മണിക്ക് വന്നിട്ട് അവർ ഇപ്പോഴല്ലേ വണ്ടിയെല്ലാം പറഞ്ഞത്. നമ്മൾ വെളിയിൽ നിൽക്കുകയല്ലായിരുന്നു. ഇതെല്ലാം മാർക്കറ്റിന്റെ ഏരിയയാ. അയ്യോ, ഭയങ്കര തിരക്കാ, ഒരു രക്ഷയില്ല. പച്ചക്കറി വണ്ടികളും ഫ്രൂട്ട്സും എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് ഇനി റൈറ്റ് സൈഡിലോട്ട് മാറണമല്ലോ. നമുക്ക് അങ്ങോട്ട് വേണം മാറാൻ. കോളിഫ്ലവർ ഒക്കെ വണ്ടിക്ക് കൊണ്ടുവന്ന് നോക്കിയത് അതിന്റെ വിലയൊക്കെ വെട്ടി മാറ്റി റെഡിയാക്കുന്നുണ്ടോ? എന്തെല്ലാം സാധനങ്ങളൊന്നും നോക്കിയാ. നമുക്ക് വണ്ടി ഓട്ടിട്ടിട്ട് ഒന്ന് ഇതിലേക്ക് ഇറങ്ങണം കേട്ടോ. ചെളിയാ, മഴ പെയ്ത് കിടക്കുന്നുണ്ട്. അതാ ചെളിയാ. കണ്ടിട്ട് അത്ര ചെറിയ മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. വലിയ മാർക്കറ്റാ, പക്ഷെ ഭയങ്കര തിരക്കാ. നമ്മുടെ പോലെ വലിയ വണ്ടികൾ കുറവാന്ന് തോന്നുന്നു. എല്ലാം ചെറിയ വണ്ടികളാ. ഇതിലെ അകത്തോട്ട് വേണം കയറാൻ. അവിടെ എല്ലാം വണ്ടിയാ. ആള് മുന്നേ പോകുന്നുണ്ട്. ചായബ്രോയും ഉണ്ട്. അപ്പോഴേ നമ്മള് ഈ മാർക്കറ്റിലെ മൊത്തം സാധനം ഒരുമിച്ചുണ്ട്. പച്ചക്കറിയും എല്ലാ സാധനവും എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ അവർ പറയാന്ന് പറഞ്ഞു പടുത കഴിക്കാൻ നേരം. അപ്പൊ നമുക്ക് വേണേൽ പല്ലൊക്കെ തേച്ച് ഉള്ള ഏത്തപ്പഴമൊക്കെ കഴിക്കാം. കുറച്ച് സമയം എടുക്കും അല്ലേ? വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് പോക്ക് നടക്കുള്ളൂ. അതാ നല്ല തിരക്കൊന്നും സമാധാനം കിട്ടുമല്ലോ. ആ പല്ല് കേൾക്കാം. എന്നിട്ട് വല്ലതും കഴിക്കാൻ വിശക്കുന്നു ഭയങ്കരമായിട്ട്. തലവേദന എടുക്കും. ഇത്രയും ദിവസം ഇല്ലായിരുന്നു. ഇതുണ്ടോ ഇഞ്ചിയും കിന്നുമൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് ആൾക്കാര് പിക്കപ്പിന്. കുടകിൽ നിന്നൊക്കെ കൊണ്ടുപോയി ഇഞ്ചി ആയിരിക്കാം ചിലപ്പോൾ. അതെ. ഇപ്പോഴേ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയല്ലോ. നമുക്ക് വല്ല ചായയൊക്കെ കിട്ടുമോ നോക്കിയിട്ട് വരാം. കട തപ്പി പോണം. ഈ മാർക്കറ്റിനകത്തായോണ്ട് നോക്കാം എവിടെ ഉള്ളതെന്ന്. അപ്പം ഇതിനകത്ത് തന്നെ ചെറിയൊരു തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആലു പൊറോട്ട ഉണ്ട്, തന്തൂരി റൊട്ടി ഉണ്ട്. ആലു പൊറോട്ട പരത്തി ഇതിനകത്തോട് ചുറ്റിന് ഒട്ടിച്ച് നോക്കുക കേട്ടോ. ഇതിനകത്ത് എങ്ങനെ തീ ഇട്ടേക്കുന്നത്? എന്നാ കത്തിക്കുന്നത്? ഈപ്പയ്ക്കകത്ത് ഉണ്ടോ? ഇതിനകത്ത് മണ്ണൊക്കെ തേച്ച് ചെയ്തേ. നോക്കിക്കോണം, അതിനകത്തോട്ട് ഭിത്തിയിലോട്ട് ഒട്ടിച്ച് നോക്കും. കണ്ടോ? ഇത് തടിയിട്ടേക്ക് കേട്ടോ. ഞാനല്ല അപ്പം ആലു പൊറോട്ട കഴിക്കാം. എന്നാ അത് കഴിക്കാം. എണ്ണയൊന്നും അതില്ലെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ഇതുവരെ കഴിക്കാത്ത ആലു പൊറോട്ട കേട്ടോ ഇത്. പക്ഷെ ഇത് നല്ല ആലു പൊറോട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടെ. കറി ചുട്ടെടുത്ത ആലു പൊറോട്ട. കറി തന്തൂരി ആലു കറി തന്നെ. ഇത് തൈരിനകത്ത് ഏതാണ്ടിട്ടാ, അതിനാന്ന് എനിക്കറിയത്തില്ല. ഇത് കടലയൊക്കെ കൂടി ഇട്ടാ, കടലയും പയറും. പിന്നെ ഇതിടെ റാഡിഷും പിന്നെ മുളകും പുതിന ഇലയെല്ലാം കൂടെ അരിച്ച സവോളയൊക്കെ. അപ്പുറേന്ന് ചുട്ടെടുത്ത തന്തൂരി ആലു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഇപ്പുറത്തെ കടയിൽ ഒന്ന് ചായ കുടിക്കാൻ നിൽക്കുക. 110 രൂപയേ ഉള്ളൂ നമ്മൾ 3 പേര് കഴിച്ചിട്ട്. എന്ത് കിളികളല്ലേ. ആ 407 കൊണ്ട് ഇങ്ങോട്ട് കയറ്റിയതാന്ന് തോന്നുന്നു. ആ പെട്ടി ഓട്ടോറിക്ഷ കണ്ട പൊങ്ങി നിൽക്കുക ഒരു സൈഡ് തട്ടിയിട്ട് ഇടിച്ചിട്ടേ. മഴ ചാറും തോന്നുന്നു കേട്ടോ. മഴ ചെറുതായിട്ട് ചാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതുണ്ടോ ഈ ട്രാക്ടറിന്റെ നീളം കണ്ടോ? അതെ, നമ്മുടെ വണ്ടിയെക്കാട്ടി നീളമാണല്ലോ. അതെ, ഉരുളക്കിഴങ്ങാന്ന് തോന്നുന്നല്ലേ. അപ്പോഴേ പടുതയൊക്കെ അഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരും ഇവിടെ ജോലി തുടങ്ങി കേട്ടോ. അത് ശരി, അയച്ചേക്കാം. നല്ല തണുപ്പാ. തണുപ്പുണ്ടല്ലേ? ചെറിയ കാറ്റും ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ എന്ത് മണ്ണാന്ന് നോക്കിയേ.
ആഹാ, മണൽ മണൽ രാജസ്ഥാനിലെ മണല കേട്ടോ. രാജസ്ഥാനിലെ പുഴിമണ്ണ. ആ, അപ്പം ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പടുതയെല്ലാം അഴിച്ചിട്ടേക്കുക, ഇറക്കാൻ തുടങ്ങിയില്ല. മാർക്കറ്റൊക്കെ എല്ലാം വളരെ മോശമാണ്, മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റുമായിട്ട് നിരന്ന് കിടക്കുക. എന്താണേലും നമ്മൾ ലോഡ് ഇറക്കുന്ന ഈ ഗോഡൗണിൻ്റെ പുറയിൽ നല്ല വാഷ്റൂമൊക്കെ ഉണ്ട്, ചൂടുവെള്ളമൊക്കെ ഉണ്ട്. അപ്പം മെയിൻ ഡ്രൈവറെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു. മറ്റേ പറക്കും തളികയ്ക്ക് അതേ കാര്യം പറഞ്ഞ പോലെ ആവല്ലോ. അതെ അതെ, എനിക്കല്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ തീരുമാനിച്ചു. അവിടെ ചൂടുവെള്ളം ഉണ്ട്, പിന്നെ എൻ്റെ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പോകണം എനിക്ക് തല കഴുകാൻ. അല്ല, നല്ലപോലെ എണ്ണ തേച്ച് കുളിയൊക്കെ വീട്ടിൽ ചെന്നാലേ നടക്കുള്ളൂ. അതിന് ഇല്ല, നല്ലപോലെ എണ്ണ തേച്ചോ, ഇത് ഇറക്കുന്ന സമയമുണ്ടല്ലോ, സമയമുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തം കുളിമുറി ചെന്ന് കുളിച്ചാലേ ഒരു ആശ്വാസമുള്ളൂ. അതിൻ്റെ ഒരു ആ സുഖം ഒരു വേറെ. സുഖം വേറൊരിടത്ത് ചെന്ന് കുളിച്ചാൽ കിട്ടുമോ? അപ്പം നമ്മുടെ ഒരു 2 ചാക്ക് അവർ സാമ്പിൾ വേണ്ടി ഇറക്കിയതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം വൈകുന്നേരം ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഇറക്കി വെച്ച് പടുതാൻ മൂടിയിടാനാണ് പറഞ്ഞത്. ബാക്കി വൈകിട്ട് 100-150 ചാക്ക് ഇവിടെ ഇറക്കുമെന്ന് പറഞ്ഞു. ബാക്കി എന്നിട്ട് അമൃത്സറിലേക്ക് പോകണം. എന്നിട്ട് ലക്ഷണം കണ്ടിട്ടേ ആ നടപടിയാവും. എനിക്ക് തോന്നിയത് സൈസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്നാ സ്റ്റോക്ക് കുറച്ച് ഇരിപ്പുണ്ട്. ആ, ഇരിക്കുന്നതൊക്കെ വലിയ സൈസാണ് ഇരിക്കുന്നത്. ആ, ഇത് ഇച്ചിരി ചെറുതുമായി, പൊട്ടിച്ച് നോക്കി 2 അതുകൊണ്ടാണോ? ആണെന്ന് തോന്നുന്നു. അവരതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ പുള്ളിയോട് ചോദിച്ചാൽ ഇച്ചിരി കഴിഞ്ഞിട്ട് പതുക്കെ നൈസായിട്ടൊന്ന് ചോദിച്ചോ. ഡോർ അടച്ചു, ഇനി പടുതായിട്ട് മൂടി വിടാം. ഗോഡൗണിൽ കുറേ സാധനം ഇരിപ്പുണ്ട്. നമ്മളവിടെ നിന്ന് തെറുതി വെച്ചൊക്കെ വന്നതാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ചിലപ്പോൾ ഇന്ന് 100-150 ചാക്ക് ഇറക്കിയിട്ട് വിടുമായിരിക്കും. ബാക്കി ഇനി അമൃത്സറിൽ ചെന്ന് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടൊക്കെ വണ്ടിയെ തന്നെ വെച്ചാൽ കച്ചവടം എന്നാണ് പറഞ്ഞത്. വേറെ വണ്ടിക്കാർ പറഞ്ഞു ചിലപ്പോൾ 1-2 ദിവസം എടുക്കും ഇറക്കി കിട്ടാൻ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. മാർക്കറ്റേ രാവിലത്തെക്കാട്ടിലും ഒന്ന് ശാന്തമായ, തിരക്കൊക്കെ പോയി. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. ആ, അപ്പോൾ ഇവിടെ മാർക്കറ്റിലെ തൊഴിലാളികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും ക്രിക്കറ്റ് കളിയാണ്, 2 ഗ്രൂപ്പായിട്ട്. അത്രേ ചെറിയ മാർക്കറ്റൊന്നും അല്ല, വലിയ മാർക്കറ്റ് ആ, കേട്ടോ. അതെ. ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷേ എല്ലാം ഒരു പരുവായിട്ട് കിടക്കുക. ക്ലീനിങ് ഒക്കെ വളരെ മോശം. ഈ സൈഡ് മുഴുവൻ റീറ്റെയിൽ കച്ചവടമാണോ? ചില്ലറ വ്യാപാരമാണ്. ആ, അതെ. ഹോൾസെയിലെല്ലാം രാവിലെ ആയിരുന്നു തോന്നുന്നു. രാവിലെ എന്നെ തിരക്കായിരുന്നു. ഇത് ഒത്തിരി വണ്ടികളും ഉണ്ടായിരുന്നു. ആ, നല്ല ബീൻസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ പല വലിപ്പത്തിലുള്ളതുണ്ട്. എനിക്ക് ഇതുണ്ട്, ഇതൊരു സൈസാണ്, അത് വേറൊരു സൈസാണ്. കളറും വ്യത്യാസമുണ്ട്. ആ, വെളുത്തുള്ളി നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി ഉണ്ടോ? നമുക്ക് വേണേൽ കുറച്ച് തക്കാളിയും ഇതൊക്കെ മേടിച്ചോണ്ട് പോകാം കേട്ടോ. മേടിച്ചോ, അല്ല വേണം മേടിച്ചോ. നല്ല റോസ് കളറുള്ള നമ്മുടെ ക്യാരറ്റ്, തക്കാളിയൊക്കെ ഇഷ്ടം പോലെ. കാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റം പച്ചക്കറികളും ഇലകളും ഒക്കെ ഉണ്ട്. പുതിനയില മല്ലിയിലയൊക്കെ ഉണ്ട്. വേണേൽ ഇച്ചിരി മേടിച്ചോണ്ട് പോകും. പുതിനയില ചമ്മന്തിയൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഒത്തിരി പച്ചക്കറികളൊക്കെ ഉണ്ട്. നമുക്ക് ചുറ്റിലൊന്നൊക്കെ ഇറങ്ങിയിട്ട് വരാല്ലേ. വലിയ മാർക്കറ്റാ. ആ, ഇതല്ല കൂണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കൂണുണ്ട്. ചേന വേണോ? ചേന ഇരിപ്പുണ്ട്. ചേനയും അപ്പുറത്ത് കാച്ചിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചേമ്പ്. ആ, നമ്മുടെ അവിടുത്തെ സൈസ് ചേമ്പല്ല കേട്ടോ. ഇല ഐറ്റംസ് ഒരുപാടുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ഇലകളുണ്ട്. ഇത് എന്നാ ഇലയാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് കടുകിൻ്റെ ഇലയാണ്, കടുകിൻ്റെ. നല്ല റാഡിഷൊക്കെ ഉണ്ട്. ആ, ഇതുണ്ട്. ഇതെന്നാന്നുണ്ടോ? ഇതെന്നാന്ന് മനസ്സിലായോ? ചക്കയാണോ? ആ, ഇത് ചക്കയാണല്ലോ. ആ, അതെ, ചക്കയുണ്ട്. ഇതുണ്ട്, നല്ല കത്രിക്കയൊക്കെ ഉണ്ടോ? ഇതെന്നാന്നറിയാമോ? ഇത് നമ്മുടെ ചക്കയാണ്. അപ്പോൾ ഇതിവിടെ ഇവർ ചിക്കൻ കറി വെക്കുന്ന പോലെ കറി വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി വെക്കുന്ന പോലെ ചക്കയൊക്കെ ഇങ്ങോട്ടൊക്കെ സൈഡിൽ വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെച്ചാലോ? ഇത് അറിയാമെങ്കിൽ മേടിച്ചോ, വെച്ചേക്കാം. എനിക്കറിയത്തൊന്നുമില്ല, പരീക്ഷിച്ച് നോക്കാം. ചിക്കൻ കറി വെക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും പിന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. ആ, 1/2 കിലോയ്ക്ക് 60 രൂപ. ആ, അതൊരെണ്ണം മേടിച്ചോ, ഒരു പാക്കറ്റ് മേടിച്ചോ. പിന്നെ കൂണുണ്ട്. പിന്നെ പച്ച കടലായിരിക്കും അല്ലേ? ആ, ഇത് പച്ചക്കടല. ഇത് കറി വെക്കുന്ന കടലയില്ലേ, കറിക്കടല. ആ, ഇതുണ്ടോ? ഇതിങ്ങനെ കട്ട് ചെയ്ത് തൊലി ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വന്നേക്കാം. പിന്നെ ഇത് ബ്രൊക്കോളിയൊക്കെ ഇരിപ്പുണ്ട്, തോരനൊക്കെ വയ്ക്കാം. ഇന്നെല്ലാം കൂടെ പച്ചക്കറി ഇട്ടൊരു കറി വെക്കാം. കുറച്ച് മേടിച്ചോ എല്ലാം കൂടെ. ആ,
എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറിയല്ലേ? ആ ചീനിക്കിഴങ്ങുണ്ട് കേട്ടോ. ചീനിക്കിഴങ്ങ് നല്ലതാണെന്ന് തോന്നുന്നത് കണ്ടിട്ടേ. ആ ഇഞ്ചിയൊക്കെ നമ്മളവിടെ തിരിക്കുന്ന കണ്ടില്ലേ? ആ അതുവരെ ഉണ്ട്. ആ വില കുറവ്, വില കുറഞ്ഞ സാധനം കൂടിയുണ്ട്. തേങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. തേങ്ങ കൊണ്ടുവന്നിട്ടില്ലേ? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബീട്രൂട്ട് ഇരിക്കുന്നു, ബീട്രൂട്ട് ഇത് ഇലയോടെ ഇരിക്കുന്നു. ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇവിടെ ഇഷ്ടം പോലെ ചീനിക്കിഴങ്ങുണ്ട്. ഇവിടെ തന്നെ കൃഷി ഉണ്ടായിരിക്കും, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ ഇതേ ചാക്കിനകത്ത്. ഇതേ പച്ചക്കറിയുടെ മാത്രം ഏരിയയാ, ഫ്രൂട്ട്സിന്റെ ഒക്കെ അപ്പുറയാന്ന് തോന്നുന്നു. ആ മത്തങ്ങ ചമ്മന്തി വേണോന്ന്? ഓ ഇതെല്ലാം കൂടെ എങ്ങനെയാ കഴിക്കുന്നത്? അല്ല ഇന്ന് ഒരു കറിയേ ഉള്ളൂ കേട്ടോ, ചിക്കൻ കറി മാത്രം. ആ ചിക്കൻ കറി, ചക്ക ചിക്കൻ. ആ ഇത് ഫ്രൂട്ട്സിന്റെ ഏരിയ. രാവിലെ പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. ഇത് ഹോൾസെയിലാണ്, അപ്പം വണ്ടി കൊണ്ട് ലോഡ് ഇറക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നാളെ ഉള്ളൂ, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. രാവിലെ തന്നെ തിരക്കായിരുന്നു നമ്മൾ ഈ കയറി വന്നപ്പോൾ. മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ആ ഇതെല്ലാം മുന്തിരി. അപ്പുറത്ത് മാതളനാരങ്ങയും ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം, എന്നിട്ട് കാണാൻ പറ്റിയല്ല. ആ ഇത് പേരക്ക കേട്ടോ, ഇത് പേരക്കയാ. ബേറാപ്പിൾ ഇരിപ്പുണ്ട് ഇതിനകത്ത്, ഇതുണ്ടോ? ആ ഇവിടെ നിൽക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ നല്ല മണം വരുന്നുണ്ട്. എല്ലാ ഐറ്റത്തിൻ്റെ ഉണ്ട് മണം. ഇവിടെ എല്ലാം കിന്നു ഓറഞ്ചാ. കിന്നു കഴിഞ്ഞ പ്രാവശ്യം ആണ്ടേ. താങ്ക് യു. കിന്നുവിൻ്റെ ഇഷ്ടം പോലെ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലേ. അവിടെ ഇരുന്നാളാണേ പറഞ്ഞത്. നമുക്ക് ചോറും കറിയൊക്കെ വെക്കണ്ടേ, ഇനി സമയമില്ല. വണ്ടി തന്നെ ഓടിച്ചാണ് വന്നതെന്ന് ചോദിച്ചേ. ആ ഡ്രൈവറെ, ആ ഫുൾ ഡ്രൈവറായി. ഉറക്കം അല്ല നീന്ത ഉറക്കം വരികയല്ലെന്ന് ചോദിച്ചേ. രണ്ടുപേരുണ്ടല്ലോ. ആ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ പറഞ്ഞെന്നറിയോ, എനിക്ക് കാറ് പോലും ഓടിക്കാൻ അറിയത്തില്ല. ആ ഓ കിന്നു കേട്ടു, കിന്നു പറയാത്ത നമ്മള് കിന്നുവിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ. വിളിക്കാം. ഇതെല്ലാം ഓറഞ്ചാ ഇവിടെ. മാതളനാരങ്ങ മാത്രമല്ല, ഇതുണ്ട് നല്ല സ്ട്രോബെറി ഇരിപ്പുണ്ട്. എവിടുന്ന് വരുന്നതായിരിക്കും? എവിടുന്ന് വരുന്നതാണെന്നൊന്നും അറിയത്തില്ല. ഷിംല എന്നൊക്കെ ആയിരിക്കും. പേരയ്ക്ക നല്ല വലുപ്പമുള്ള ഓറഞ്ചാ കൂടുതൽ കേട്ടോ, കിന്നുവാ കൂടുതൽ. ഇപ്പൊ കിന്നുവിന്റെ സീസണല്ലേ, അതുകൊണ്ട് ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മഹാരാഷ്ട്ര കണ്ട മുന്തിരിയാ കണ്ടോ, അവിടുത്തെ മുന്തിരിയാ അത്. ആപ്പിളൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ നിൽക്കുന്നതിനും അല്ലേ. അതെ, ഇതൊക്കെ കാശ്മീർ ആപ്പിളായിരിക്കും. അതായത് നമ്മുടെ പൈനാപ്പിളും ഇരിപ്പുണ്ട്. ആ കിവി ഉണ്ട്. ഇത് കിവി ഇവിടുത്തെയാണോ? ആയിരിക്കുമല്ലോ, വെളിയിൽ നിന്ന് വന്നായിരിക്കും. രാവിലെ ഇതിലെ കയറി വന്നപ്പോഴേ എന്നാ തിരക്കായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഇറക്കിയിട്ട് പോയാൽ മതി വൈകുന്നേരം. നമ്മൾ കറി വെക്കാനൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ തന്നെ ഒരാൾ കഞ്ഞിയൊക്കെ ഇടുക കേട്ടോ. ഇന്നുണ്ടല്ലോ എടാ, ഇന്നൊരു സ്പെഷ്യൽ കറിയാ കേട്ടോ. സ്പെഷ്യൽ ഒരു കറി കേട്ടോ ഇന്ന്. അതൊക്കെ കണ്ടോ? ചിക്കൻ കറിയാ, ഒരു സ്പെഷ്യൽ ചിക്കൻ കറി. ഇതുവരെ കഴിച്ചിട്ടില്ല. അതിന് നീ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കട്ടാൽ ചിക്കൻ കറി. അരിയൊക്കെ കഴുകി അടുപ്പേ ഇട്ടു. പക്ഷെ നമ്മുടെ ഗ്യാസ് കഥം ഹോകയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അല്ല, അരി കഴുകി അടുപ്പയിൽ ഇടുകയും ചെയ്യും, അല്ലെ പിന്നെ സാധ്യമില്ലായിരുന്നു. അടുക്കള വൃത്തിക്ക് ഇടണമെന്ന് ഞാൻ പറഞ്ഞതാ. കിടക്കുന്ന കോല കണ്ടേച്ചാൽ മതി. അത് ഉണ്ണിയോടിൻ്റെ ആയേഷനോടും പറഞ്ഞാൽ മതി. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. പറഞ്ഞ വല്ലതും കേട്ടോ? ഇല്ല. അമൃത്സറിലെ പാർട്ടി വിളിച്ച് പറഞ്ഞാല് ഇപ്പൊ ഇത് ഇറക്കി വെച്ചിട്ട് വണ്ടി വിടും. പറഞ്ഞില്ലെങ്കിൽ ഇന്നിവിടെ കിടക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ ആള് വന്നപ്പോ ഞാൻ ഒന്ന് ചോദിച്ചതാ പുള്ളിയോട്, പുള്ളി അങ്ങനെ പറഞ്ഞു. ചേട്ടാ വിളിച്ചില്ലേ? അല്ല, അമൃത്സറിലെ ആളോട് ഞാൻ വിളിച്ചായിരുന്നു മുമ്പേ. അമൃത്സറിലെ ആളായിരുന്നു രാവിലെ എന്നെ വിളിച്ചത്. പുള്ളി പറഞ്ഞു ഇറക്കുമെന്ന് പറഞ്ഞു.
ഇറക്കിയിട്ട് അങ്ങോട്ട് വൈകുന്നേരം പോരാനും പറഞ്ഞു. ഇപ്പൊ ഈ വന്ന പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞേ, നീ അമൃത്സറിലെ പുള്ളിയെ വിളിച്ചു പോയി, പുള്ളി ഇറക്കി വെക്കാൻ നിന്നോട് പറയുവാണെങ്കിൽ നീ എന്നോട് പറ, എന്നിട്ട് അന്നേരം നീ എന്നോട് പറ, അപ്പൊ ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന്. അതെ അതെ, അത് തന്നെ അവസ്ഥ. ഇവർ രണ്ടുപേരും കൂടെ നമ്മളെ അങ്ങോട്ട് പോയിട്ട് വലിപ്പിക്കും. അപ്പൊ എന്നാ പുള്ളി ഒന്നുകൂടെ വിളിക്കാം. വിളിച്ചു നോക്കാൻ പറയുന്നത്. ഞാൻ ഈ സാധനം ചോദിച്ചോണ്ട് അവിടെ അങ്ങനെ പോയിട്ട്. ബാഹുബലി വേഗം പോയിട്ട് വാ. അല്ല, ഈ ഗ്യാസ് എന്നെടുത്താന്നറിയോ? നമ്മളാ പിന്നെ ഹരിദ്വാർ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് അവിടെ അല്ല അത് കഴിഞ്ഞു നമ്മള് പുതിയത് ഓഫീസിൽ നിന്ന് എടുത്തിട്ട് ആണോ? ഇത് ഒട്ടും ലാസ്റ്റ് ചെയ്തില്ല, ഒരു ട്രിപ്പേ കിട്ടുള്ളൂ. അതിന് മുന്നത്തെ സിലിണ്ടറാണ് 3 ട്രിപ്പ്. അതാ ഞാൻ ചോദിച്ചേ. ഒട്ടും കിട്ടില്ല. ഞാൻ അല്ല, എന്നാ ഇത് ഫുള്ളായിരിക്കല്ലോ എടുത്തോണ്ട് വന്നപ്പോ? പുതിയ സിലിണ്ടർ ആണോ? മറ്റേ ലെവലുള്ള പുത്തൻ സാധനം മേടിച്ചിട്ട് വന്നതാ. ആണോ? എനിക്ക് തോന്നുന്നത് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഈ സാധനം വേഗം കൂടുതൽ സമയം എടുക്കും. ചിലപ്പോ അതായിരിക്കും, ഉപയോഗം കൂടുതലുണ്ടായിരിക്കും. ബാഹുബലി പോയിട്ടോ. ഇങ്ങനെ തോളലൊക്കെ വെച്ചോണ്ട് പോകേണ്ടി വരും. മറ്റേ ആ ബാഹുബലിക്ക് അതേ പാട്ടിട്ടോട്ടെ, ഏതൊരു മ്യൂസിക് ഇട്ടാ ഞാനിവിടെ വിചാരിച്ചോളാം. ബാഹുബലി വന്നല്ലോ. 640 രൂപ. 640. വേറെ കുറ്റി തന്നോ അതോ? അല്ലല്ല, ഇതിനകത്തോട് നിറയ്ക്കുക. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ വലിയ സിലിണ്ടറിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സിലിണ്ടർ കൊടുത്തിട്ട് ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറം പോയത്. ഞാനും പൊട്ടിത്തെറിക്കും. സേഫ്റ്റിയുള്ള സംഭവമൊന്നുമല്ല. അത് നന്നായി ഏതൊക്കെയായാലും. ചിക്കൻ, അതെ വെജിറ്റബിൾ ചിക്കൻ ഇച്ചിരി വലുപ്പത്തിലൊക്കെ കേട്ടോ. ചെറുതായിട്ട് അരിയുമ്പോൾ ഈ ഇച്ചിരി ഇതിൻ്റെ ചിക്കൻ്റെ കൂഞ്ഞിയും കൂടെ ആണ് ഇതിൽ ഇച്ചിരി, അല്ലെങ്കിൽ അത് മുഴുവൻ അങ്ങ് അടന്നടന്ന് പോകുന്നുണ്ടോ. വേണം ഇനി ഇതിൻ്റെ നീളം വേണം ഇച്ചിരി കൂടെ കുറച്ചിടാം. കുറച്ചിട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇടിഞ്ചക്കയും കൊണ്ടൊരു കറിയാണ് വെക്കുന്നത്. അപ്പം ചിക്കൻ കറി പോലെ നമുക്കിന്ന് വെച്ച് നോക്കാം. ചിക്കൻ കറിയുടെ ടേസ്റ്റ് പോലെയൊക്കെ ഇരിക്കുമെന്ന് പറയുന്നു. ഞാൻ വരാഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കളയൊന്നും നല്ലപോലെ ക്ലീൻ ആയില്ല, അതുകൊണ്ട് ഇവിടെ വല്ല വൃത്തികേടായിട്ട് കിടക്കുന്നത് കേട്ടോ. അതിനാന്ന് വെച്ചാലേ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തല്ലായിരുന്നല്ലോ, ചെറിയൊരു ട്രിപ്പ് പോയതല്ലേ, അതല്ല ഇങ്ങനെ വന്നത്, അതുകൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അതെ, ചോറൊക്കെ ആദ്യമേ വെച്ച് കേട്ടോ. അപ്പം എത്ര ദിവസമായി നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട്, റൊട്ടിയൊക്കെ കഴിച്ച് മടുത്തില്ല എല്ലാവരും. ചായ ബ്രോ മാത്രം മടുത്തിട്ടില്ല, ഇല്ലല്ലോ അല്ലേ? പക്ഷെ ഞങ്ങളും മടുത്തു. അതെ, കടുകൊക്കെ ഇട്ടു. നമുക്ക് ശകലം പെരിഞ്ചീരകവും ഇത്തിരി കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചത്. ഇടിഞ്ചൊക്കെ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ തൽക്കാലം ഇന്ന് ചിക്കൻ കറി വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള അരിഞ്ഞതും വെച്ചതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് ഇളക്കി വെക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. സവോളയൊക്കെ ഒന്ന് വാടട്ടെ നല്ലപോലെ, അപ്പോൾ ഒന്ന് മൂടി വെക്കാം നമുക്ക്. തക്കാളിക്ക് അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജേഷ് ബ്രോ മേടിച്ചതിനകത്ത് 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ നമ്മളിന്ന് മേടിച്ചു. അപ്പം അതുകൊണ്ട് 2 തക്കാളിക്കായും കൂടെ ചേർത്തേക്കാം. സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് നേരം അവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. आपका नाम क्या है? कुलदीप शर्मा. कुलदीप शर्मा. कुलदीप शर्मा. हाँ. कश्मीर कश्मीर से. जम्मू में है क्या? जम्मू में. जम्मू में वैष्णो देवी कटरा के पास. हाँ, कटरा है वैष्णो देवी शायद. वो वैष्णो बिल्कुल पास ही. हाँ हाँ हाँ. वैष्णो देवी मंदिर में गया था, गया साल में हम लोग. लास्ट टाइम कब गए थे आप? 1 साल हो गया. ഒരു വർഷമായില്ലേ? अब तो बहुत बड़ी सुविधा हो गई है. ऊपर लिफ्ट लगा हुआ है भैरव घाटी के लिए. हम चढ़ाई बहुत चलना पड़ता था. नहीं, वो चल के गए हम. अब लगा 6 किलोमीटर चल के फिर कार में गया, लिफ्ट लगा हुआ है. इलेक्ट्रिक कार में गया था. हाँ, कार. बहुत बड़ी सुविधा हो गई. हाँ, ठीक है. ओके, താങ്ക് യു. नाइस टू मीट विद यू. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കണ്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ മതി, 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ശകലം ചിക്കൻ മസാല. ചിക്കൻ മസാല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ഇതിന് ടേസ്റ്റ് നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടി നമ്മൾ അരകല്ലിൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്ന് ചൂടാക്കിയിട്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിക്കാം. അരപ്പൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം.
വെള്ളം ഒന്ന് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇടിഞ്ചക്ക അരിഞ്ഞു വെച്ചേക്കുന്ന ഇടാം. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിഞ്ചക്ക പെറുക്കിയിടാം. ഇത് പിന്നെ പെട്ടെന്ന് വേവായിരിക്കും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ച് റെഡിയാക്കി എടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ചിക്കൻ കറി, ഇടിഞ്ചക്ക ചിക്കൻ കറി. വൈകുന്നേരേ ഇനിയിപ്പോൾ ചോറിന് വേറെ കറി മേടിക്കേണ്ടി വരുമോ? ഇതൊക്കെ മതി, ഉള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചു വെച്ചാൽ മതി. ആഹാ. ആ ഇത്രയും പാടുപെട്ട് ഞാൻ ഈ കറി ഇവിടുന്ന് കഴിച്ചിട്ടുള്ള നല്ല വെടിക്കിട്ട് കറിയാണ് ഇവര് വെക്കുമ്പോൾ. ആ ഇതിപ്പം ഇത് ഇവർ വെച്ചല്ല, വെക്കുവായതുകൊണ്ട് നമുക്കറിയത്തില്ല എങ്ങനെ ആയിരിക്കും. പക്ഷേ എന്നാലും കറി മോശം വരാൻ വഴിയില്ല. ഇത് ഇവർ വെക്കുമല്ലോ, ഇത് ഞാൻ വെക്കുന്ന ചിക്കൻ കറിയാണ്. പോസ്റ്റ് ചെയ്തു എന്നാലും മോശം വരാൻ താരമില്ല, വഴിയില്ല. കഞ്ഞിവെള്ളം അതെ, ഉപ്പിട്ട് വേണോ ഉപ്പിടാതെ വേണോ റൈസ് സൂപ്പ്? എനിക്കൊരു ശകലം ഉപ്പിട്ടോ. ഉപ്പിട്ടില്ലാലും കുഴപ്പമില്ല, എന്നാലും ശകലം ഇട്ടാര്. ഇത് ഉപ്പിട്ടാണോടാ? അല്ല ഉപ്പിട്ടില്ല, ശകലം മതിയേ, അതല്ല ആ പാത്രത്തിൽ ഇട്ടാൽ മതി. ഞാൻ ഈ വെള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് മൊത്തം കൊണ്ടിട്ടോ. ഉപ്പ്, പഞ്ചസാര, വെള്ളച്ചോറ്, ഈ സാധനങ്ങളൊന്നും ഞാൻ പിടിക്കരുതെന്ന് പറഞ്ഞല്ലേ. ഇതേ നീ സ്ഥിരം കഴിക്കുന്ന വെള്ള ഉപ്പല്ല, ഞാൻ നല്ല റോസ് കളറുള്ള ഉപ്പല്ലേ നിനക്ക് ഇട്ട് തരുന്നത്. കഴിക്കാറില്ല. അപ്പം അങ്ങനായി. റോസ് കളറുള്ള ഉപ്പാണെങ്കിൽ നോക്കാം. എങ്ങനെയുണ്ട്? കുടിച്ച് നോക്കിയാൽ എനിക്ക് തരാൻ നല്ലതാണോന്ന് അറിയാനല്ലേ. ഉപ്പുണ്ടോന്ന് അറിയണ്ടേ, ഇനി കൂടിപ്പോയെങ്കിലോ? ഏണ്ട് കുടിച്ച് നോക്കിയാച്ച് ആ കുഴപ്പമില്ല ഇന്നാന്ന്. അതിൽ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ നല്ല മനസ്സ് കാണാതെ പോയല്ലേ. കല്യാണം കഴിക്കുമ്പോഴേ അന്നേരം തന്നെ വൈകിട്ട് നമുക്ക് പാല് തരുമല്ലേ, അര ഗ്ലാസ് കുടിച്ചിട്ട് അര ഗ്ലാസ് നീ കുടിച്ചോ എന്നും പറഞ്ഞാൽ മിച്ചം കഴിക്കണമെന്നാണോ? ആ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ ഇങ്ങനല്ലേ. അതിങ്ങനല്ല, നേരെ തിരിച്ചല്ലേ. ഇപ്പം ഇങ്ങനെ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ. അതല്ല ഞങ്ങൾ മാറ്റി, സ്വാതന്ത്ര്യം പറഞ്ഞ പിന്നെ ഇങ്ങനെയാ. അതെ അതെ, ആ മാറ്റി മറിച്ച് ഞങ്ങൾ. ഇപ്പൊ പാലിന്റെ പരിപാടി കൊണ്ടുപോവാ കൊണ്ട് ഞാൻ അത് പറഞ്ഞോണ്ട് തായിരിക്കാം. മിക്കവാറും രാത്രിക്ക് ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, രാത്രിക്ക് വെളുപ്പിനെങ്ങാണ്ട്. മിക്കവാറും അന്നേരം ഇറക്കാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ ഉറക്കം നടക്കുമല്ലേ? ആ മിക്കവാറും അതിനാ സാധ്യത. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ആ അപ്പോൾ ഇവർ വന്ന് വിളിക്കുമ്പം അയച്ചു കൊടുത്താൽ മതി, പടുതാന്ന് മാറ്റി കൊടുത്താൽ മതി. രാത്രിക്ക് ഇറക്കുമ്പോൾ പിന്നെ എണ്ണ നിൽക്കണമല്ലോ, എണ്ണം നോക്കണം. ഒരു ബാഗ് കൂടുതലെടുത്ത പണി പാളി. പിന്നെ അതുമല്ല, പിന്നെ തൂക്കം ഉണ്ടല്ലോ, നമ്മളവിടെ തൂക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവർ നമ്മളെ വലിയ ധൃതിയൊന്നും വെക്കാഞ്ഞത്, സാധനം ഇവിടെ സ്റ്റോക്ക് ഗോഡൗണിലുണ്ടായിരുന്നു, ഇഞ്ചി, അതുകൊണ്ടാണ്. നമ്മളറിഞ്ഞില്ലല്ലോ ഇതൊന്നും. അതെ, അല്ല അല്ലെങ്കിൽ നമ്മൾ വരേണ്ട സമയത്ത് വരണമല്ലോ. ആ ശരിയാ. അപ്പം ഇന്ന് നേരത്തെ പറഞ്ഞാൽ സാധനം സ്റ്റോക്ക് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പതുക്കെ ഇന്ന് വൈകുന്നേരത്തിന് വന്നാൽ അങ്ങനല്ല, കച്ചവടത്തിൻ്റെ കാര്യം അറിയാൻ പറ്റുമല്ലോ. ചില ദിവസം കച്ചവടം കൂടുതലുണ്ടാലോ, അപ്പോൾ സാധനം ഇവിടെ വന്നിരിക്കണം. അങ്ങനെ ആ സാധനം ഇവിടെ വരണം. നമ്മൾ വന്നല്ലോ 72 മണിക്കൂർ കൊണ്ട്. ആ അതൊക്കെ വന്നു, കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് സമയത്ത് തന്നെ വന്നു. അല്ല ഞാൻ ഓർത്തേ ഇവരെന്നെ ധൃതിയൊന്നും വെക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത്. അതാ നമ്മളവിടെ വെളി വന്ന് കിടന്നിട്ടും വിളിക്കാഞ്ഞത്. ഇവരെ തൂക്കിയിട്ട് കിടക്കാൻ പറഞ്ഞില്ലേ, താമസമില്ല പിന്നെ ഇങ്ങോട്ട് കയറി അകത്തോട്ട് കയറി വന്നേ. പിന്നെ എന്താ പറയുക, വണ്ടിയെ വെച്ച് ഇവർ കച്ചവടം ചെയ്യുന്ന ഈ വരുന്നവർക്ക് ഇപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് എന്നുള്ളൊരു തോന്നൽ. അതെ അതെ, ഫ്രഷ് സാധനമെന്ന് പറഞ്ഞ് അതാ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഡിമാൻഡില്ല. അതാ ഈ വണ്ടിയെ വെച്ച് കച്ചവടം ചെയ്യുന്നത്. അപ്പം ചിക്കൻ കറി പോലെ നമ്മൾ വെച്ച ഇടിഞ്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്തോട്ട് ഒരു ശകലം 2 നുള്ള് പിന്നെ നമ്മുടെ ഗരം മസാല ശകലം ഇടുക, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു. നീ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ആ നോക്കട്ടെ. കണ്ടാ ചിക്കൻ കറി പോലല്ലേ ഇരിക്കുന്നത്? കണ്ടാലതെ, നീ കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇറക്കുമെന്ന് പറഞ്ഞ് ആൾ വന്നു, അതുകൊണ്ട് വീണ്ടും നമ്മൾ പടുതാക്കെ പൊക്കി ഡോറൊക്കെ തുറന്ന് വെച്ചേക്കാം. പെട്ടെന്ന് ഇറക്കി കിട്ടുവാണെങ്കിൽ കഴിച്ചിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാമായിരുന്നു, അമൃത്സറിന് പോകാമായിരുന്നല്ലോ. അതെ, എന്നാൽ പിന്നെ ഇനി ലോഡ് ഇറക്കിയിട്ട് കഴിക്കാം അല്ലേ? ആ ഇനി അത് കഴിഞ്ഞിട്ട് കഴിക്കാം, ഇറക്കി കഴിഞ്ഞ് കഴിക്കാം. എന്നാലേ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാം. ആ ഇനിയിപ്പോൾ ഇറക്കാൻ താമസിക്കുമല്ലോ, ചേട്ടായി പോയി കുളിച്ചോ. അന്നേരത്തെ ഞങ്ങൾ എണ്ണമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. പിന്നെ വലിയ കെട്ടൊന്നും കെട്ടണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാൻ മതി. എന്നാൽ പിന്നെ ഞാൻ കുളിക്കാം. ഞാൻ കുളിക്കുന്നില്ല ഇനിയേ. ഞാൻ കുളിക്കണ്ട, 3-4 ദിവസം കൂടി എന്തെന്ന് കുളിച്ചതിൻ്റെ അതെ അതെ അതെ. അതുമല്ല നല്ല ചൂടുവെള്ളം പറയുന്നതിനുണ്ട്, ഒരു 3-ാം ദിവസം ഇവിടെ വന്നു. അല്ല ഈ തണുപ്പത്തേ ചൂടുവെള്ളമൊക്കെ ഉണ്ടല്ലോ, നല്ല. പക്ഷെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇല്ലേ? അപ്പം വൈകുന്നേരം 6:30 ഇപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങി. ഇവിടെ ഒരു 150 ചാക്കേ ഉള്ളൂ, ബാക്കി 250 അമൃത്സറിൽ. അപ്പോൾ അവിടെ ഒരു 120 ബാഗ് ഇറക്കി, ബാക്കി തൊട്ടിപ്പുറത്തൊരു ഗോഡൗണിൽ ഇറക്കേണ്ട ഒരു 30 ചാക്ക് കൂടെ. ഫ്രണ്ട് വശം അല്ലേ? ഏതാ ഇപ്പം നമ്മൾ ഇറക്കി ഫ്രണ്ട് വശം സ്റ്റീൽ നടക്കുന്ന കടയുടെ. അപ്പോൾ 30 ചാക്ക് ഇവിടെ ഇറക്കണം, എന്നിട്ട് നമുക്ക് അമൃത്സറിന് പോകാം.
അടുക്കളയെല്ലാം തുറന്നു വെച്ചേക്കുമല്ലായിരുന്നു, ഓടിപ്പാഞ്ഞ ഒന്ന് അതെ, എടുത്ത് പെറുക്കി വെച്ചത് ഇപ്പോൾ. അവിടെ ആയിരിക്കും ഇറക്കുന്നത്. ഇതുണ്ട്, ഇതെല്ലാം ലോഡ് കൊണ്ട് വന്നേക്കുന്ന വണ്ടികളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവരെന്നാ പറഞ്ഞേ. ആ ഇതല്ല, ഇത് ആൾ നിൽക്കുന്നു ആണ്ട് അതെ, അതിൻ്റെ പുറകിൽ അങ്ങോട്ട് പിടിക്കാൻ ഇതെല്ലാം നിൽക്കുന്നത്. അതെ, ഇതെല്ലാം സബോള വണ്ടികളാണല്ലോ ഇറക്കുന്നത്, സബോളയുടെ ഏരിയ ഇവിടെ. അപ്പോൾ ഇവിടെ ഇറക്കേണ്ടടുത്തേക്ക് പിടിച്ചു. ഭയങ്കര ചെളിയാണ്, മഴ പെയ്തിട്ട് ഈ വേസ്റ്റും ചെളിയും മണ്ണും എല്ലാം കൂടെ ആയിട്ട് ആകപ്പാടെ നാശമായിട്ട് ഇറക്കുക. ഇത് മൊത്തം സബോള ഗോഡൗണാണ് ഇവിടെ. ഇഞ്ചിയുടെ ഉണ്ട് അങ്ങനത്തെ അവരുടെ ഗോഡൗണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഈ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമാണ്, പക്ഷേ ഇതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ വേസ്റ്റുകൾ കിടന്ന് മഴ പെയ്യുമ്പോൾ മൊത്തം ചെളിയാണ്. വേനൽക്കാലത്ത് ഭയങ്കര പൊടി. ഇവിടെ വെളുപ്പിനെ മാർക്കറ്റാണ്, അതാന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് ഇറക്കി വെക്കുന്നത്. ഇതെല്ലാം വെളുത്തുള്ളിയാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം വെളുത്തുള്ളിയാണ്, അപ്പുറം എല്ലാം സബോള. നമ്മൾ നേരത്തെ കണ്ട പിന്നെ ചില്ലറ പച്ചക്കറി കടയായിരുന്നു കണ്ടത്, ചില്ലറ വയ്ക്കുന്നത്. ഇത് അതിൻ്റെ എല്ലാം ഹോൾസെയിലാണ് ഇവിടെ ഈ ഭാഗം. വെളുപ്പാങ്കാലം ആകുമ്പോഴാണ് മാർക്കറ്റെല്ലാം ചാലുവാകുന്നത്, അന്നേരം ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഇറക്കി തീർന്നു. പുറയിലത്തെ ലോഡ് തന്നെ ഇറക്കിയോണ്ടേ ഫ്രണ്ടിൽ ഭയങ്കര വെയിറ്റുമാണ്. അപ്പോൾ പുറയിൽ നിന്ന് കുറച്ചെടുത്ത് ബാഗിലേക്ക് ഇട്ടാൽ അത്രയും കൂടെ ഓടിക്കാനൊരു സുഖം ഉണ്ടാകും. ഈ വണ്ടികളെല്ലാം ഇവിടെ ഓരോ ലോഡും കൊണ്ട് വന്നേക്കുന്നത് ഇതേപോലെ. അപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയി കുറച്ച് ലോഡ് കൂടെ ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്ത് വന്നു. അപ്പോൾ പടുതായൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. മീനച്ചാറൊക്കെ കട്ടയായിട്ടിരിക്കുക, ഐസായിട്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടല്ലേ? ചോറുണ്ടാക്കാം. പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാം. ചായ കുളിച്ചപ്പോൾ മറ്റേ ഈ പറക്കന്തളിയൊക്കെ പുള്ളിക്കാരി കുളിച്ചിട്ട് വന്ന പോലെ ഉണ്ടല്ലോ, കളറായല്ലോ. ചായ കുളിച്ചപ്പോന്നല്ലേ ഏട്ടായി പറഞ്ഞേ? ചായ കുളിച്ചപ്പോന്ന് പറഞ്ഞേ. കുളിയും കഴിഞ്ഞ് മുടിയും ചെയ്യും കഴിഞ്ഞപ്പോഴേ ഒരു വൃത്തി ഉണ്ടല്ലോ, ഞാനിങ്ങനെ പറയായിരുന്നു. പിന്നെ കാരണന്മാർക്ക് വർക്കത്തുള്ളതുകൊണ്ടേ അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്രൂട്ടേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമില്ല. ചോറും വെജിറ്റബിൾ ചിക്കനും വെജിറ്റബിൾ ചിക്കൻ കറി. അതെ, ചോറുണ്ടാച്ചാൽ നമുക്ക് വണ്ടി ഇങ്ങോട്ട് തിരിച്ച് നേരത്തെ പോലെ ഇങ്ങോട്ട് ഇട്ടിട്ട് കിടക്കാം. എന്നാന്നറിയോ, ഒരു 50 ചാക്ക് കൂടെ ഇറക്കണമെന്ന് ആപ്പിൾ ഇപ്പം വിളിച്ച് പറഞ്ഞു. പണി വാളിയില്ലേ? ആ അതെ, പണിക്കാരെല്ലാം പോയി, അവരിഞ്ഞും വെളുപ്പിനെ വരും. വരുമ്പോൾ ഇറക്കി വെച്ച് അമൃത്സർ നാളെ രാവിലെ ചെന്നാൽ മതിയെന്ന്. ആ എപ്പോഴാണോ, എപ്പോൾ വരും? 1 മണിക്കോ? അതെ, ഇവിടെ രാത്രിക്കാ മാർക്കറ്റ്. ഇറങ്ങിപ്പോകുന്ന കാര്യമായിരിക്കും, എന്നിട്ട് ആ തിരക്കിലിറക്കി അതും ഒരു പാടായിരിക്കും. ഇച്ചിരി അച്ചാറോടെ ചമ്പിക്കണം. എനിക്ക് മീനച്ചാറ് കറി കുഴപ്പമില്ല കേട്ടോ. നല്ലതാണോ? ഇതുണ്ട്, ഉറങ്ങിയിരിക്കുക. ഇതോട് തുറക്കുന്നില്ലല്ലോ, തണുപ്പായതുകൊണ്ട്. കണ്ടോ? ആ, ഞാനും കൂടെ പിടിച്ചോണ്ട് ഒതുങ്ങി പോന്നു. മീനച്ചാറ് ഇപ്രാവശ്യം ഇട്ടുകൊണ്ട് വന്നാണോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെയാ. ആണോ? തീർന്നില്ലായിരുന്നു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് നമുക്കിന്ന് ജലന്ധറിലെ മാർക്കറ്റിൽ ഇവിടെ തന്നെ തങ്ങാം അല്ലേ? നാളെ രാവിലെ പോവാം. ഇപ്പോഴേ ഇവിടെ ശാന്തമാണെന്നോർത്തുകൊണ്ട് സമാധാനിക്കുന്നുണ്ട്. രാവിലെ ഒരു 1 മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ നല്ല സജീവമാവും. കിടന്നേക്കാം, നല്ല തണുപ്പുണ്ട്. അപ്പോഴേ ഇങ്ങനെയൊക്കെയാണ് ലോറി ലൈഫ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നോർത്തിരുന്നതാണ്. അപ്പം ഇങ്ങനെ പോക്ക് നടക്കില്ല. 50 ചാക്ക് കൂടെ ഇറക്കിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ സമയത്ത് ഉറക്കം, കുളി, ഭക്ഷണം ഇതൊന്നും നടക്കില്ല. ഇതാണ് ലോറി ജീവിതം. അതെ, കിടന്നേക്കാം.